بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ ഏറെ കാരുണ്യം കൊണ്ട് 27ാമത്തെ രാത്രിക്ക് നമ്മളെല്ലാവരും സാക്ഷികളാകുന്നു. ജീവിതത്തിൽ എന്തൊക്കെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും അവയെല്ലാം മാറ്റിമറിച്ച് വിജയമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു രാത്രിയാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദർ. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തെ പൂർണ്ണമായും നന്മയിലേക്ക് പരിവർത്തിപ്പിച്ച് അവരെ വിജയത്തിലെത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു വിളംബരം ചെയ്യുന്നു. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ യുളാഇഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദ് ഫീഹി മുഹാന. അവിടെ അള്ളാഹു അറിയിച്ചത് വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും വിളിച്ച് ശരണം തേടാത്ത ആളുകൾ, സഹായം തേടാത്ത ആളുകൾ, രക്ഷ ചോദിക്കാത്ത ആളുകൾ, അവരല്ലാഹു എന്ന് മാത്രമാണ് വിളിക്കുന്നത്. അങ്ങനെ വിശ്വാസത്തിൻ്റെ ദാർഢ്യത കാത്തുസൂക്ഷിക്കുകയും അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ വമ്പിച്ച പ്രതീക്ഷ നിലനിർത്തുകയും അവൻ സർവത്തിനും കഴിവുള്ളവനാകയാൽ എല്ലാം അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഒപ്പം അവർ അന്യായമായും അതിക്രമമായും ഒരു ജീവനെയും ഹരിക്കുന്നില്ല, കൊന്നുകളയുന്നില്ല. കാരണം ഈ ലോകത്ത് മൂല്യം നിർണയിക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം മനുഷ്യന്റെ ജീവനാണ്, അഥവാ ആത്മാവ്. മറ്റ് മനുഷ്യരുടെ ഏത് ജീവിതത്തിൽ ഉള്ള അവൻ്റെ ശാരീരിക അവയവങ്ങളാകട്ടെ, അധ്വാനിച്ച പണമാകട്ടെ, താമസിക്കുന്ന വീടാകട്ടെ, അങ്ങനെ അഖില വസ്തുക്കൾക്ക് ഒരു വില നിർണയിക്കാം. അത് കണ്ണിനായാലും കാതിനായാലും കയ്യാണെങ്കിലും കാലാണെങ്കിലും ഹാർട്ടാണെങ്കിലും ഒക്കെ അതിനൊക്കെ നിലവിൽ കൃത്യതയിലുള്ള ഒരു വില നിലവാരമുണ്ട്. എന്നാൽ ഈ ഭൗതിക ലോകം പോലും പകരമാകാത്തത്രയും ഉന്നതമായതാണ് മനുഷ്യന്റെ ആത്മാവ്, അഥവാ മനുഷ്യന്റെ ജീവൻ. അത് ഹനിക്കാൻ പാടില്ല, അതിന് പോറലേൽക്കാൻ പാടില്ല, അതിനെ നശിപ്പിക്കാനും പാടില്ല. അത് സൂറത്ത് ഇസ്രായിൽ അള്ളാഹു ആ വധത്തെ പറഞ്ഞപ്പോൾ നമ്മളൊരു കേവലം ഒരു ഭ്രൂണഹത്യയിലൂടെ നശിപ്പിക്കുന്നത് ഏതാണ്ട് 32,000 ജീവനുകളെയാണെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം 20ാം നൂറ്റാണ്ടിൽ നമ്മെ പഠിപ്പിച്ചത്. ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണെന്നിട്ട്. അത്രയും ഗൗരവമാണ് ആ വിഷയം. ജന്മം കൊണ്ട ഒരു ഭ്രൂണത്തെ നശിപ്പിച്ചാലാണ്. വലാ യസ്നൂൻ, ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുകയും ചെയ്യണം. വിശ്വാസം, ആത്മാവിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ശ്രദ്ധയും ആദരവും ഉണ്ടാകണം. വിഹിതമല്ലാത്തൊരു ജീവിതം ഉണ്ടാകരുത്, അവിഹിത വീഴ്ചകളൊന്നും ഉണ്ടാകരുത്. ഏതാണ്ട് ലോകത്ത് എല്ലാ സമാധാനവും തകരുന്നതും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ വിഷയത്തിലൊക്കെയാണ്.
ജീവൻ കയ്യിലെടുത്ത ഒരു പെൺകുട്ടിക്ക് ഇന്ത്യ പോലുള്ള നാട്ടിൽ ജീവിക്കാൻ പറ്റും. അങ്ങനെ പലതും, ഞാൻ ആ ഭാഗത്തേക്ക് പോവില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇതിലേത് നിർവഹിച്ചാലും അവൻ മഹാപാപത്തിൽ ചെന്ന് ചാടും. യൽക അസാമ, ആ പാപത്തിന്റെ ശിക്ഷയാണ് പിന്നെ വിവരിക്കുന്നത്. യുളാഇഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദ് ഫീഹി മുഹാന, വളരെ നിന്ദ്യമായി പരലോകത്ത് അതികഠിനമായ ശിക്ഷയിൽ അവർ പതിക്കുന്നതാണ്. ഏറ്റവും നിസ്സാരവും നിന്ദ്യവുമായ ക്രമത്തിൽ പരിഹാസ്യരായി, അവഹേളിതരായി അത്തരം ആളുകൾ നരകാഗ്നിയിലാണ് പതിക്കുക. എന്നിട്ട് അള്ളാഹു അതിൽ നിന്നൊരാശ്വാസം പറഞ്ഞ വാക്കാണ് പിന്നെ ഉള്ളത്. നമുക്ക് ഇത്തരം രാത്രികളിലൊക്കെ ശുഭാപ്തി വിശ്വാസവും ശുഭപ്രതീക്ഷയും നൽകുന്നത് ഇനിയുള്ള വാക്കാണ്. ഇല്ല മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. മാർക്കുകാര ഖുർആൻ നമ്മോട് പറയുകയാണ്, ഇല്ലാ മൻ താബ, പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ. ജീവിതം ഏതെല്ലാം നിലയിലുള്ള അധപ്പതനത്തിലായിരുന്നാലും അതിൽ നിന്നൊരു മോചനം ഉണ്ടാകണമല്ലോ. അത് അവരവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അത് തെളിവ് നൽകിക്കൊണ്ടിരിക്കും. ആഴ്ചകളിലും മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ. ഖുർആൻ സൂറത്ത് റൂമിൽ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, അവലാ യറല്ലദീന കഫറു അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറത്തൻ ഔ മർറത്തൈനി. എന്താ നിഷേധികൾ മനസ്സിലാക്കാത്തത്? ഓരോ വർഷവും ഒരിക്കലെങ്കിലും ഒരു വലിയ പരീക്ഷണത്തിൽ അകപ്പെടാറുണ്ട്. ഓരോ വർഷവും ഓരോ മനുഷ്യരും ചിലപ്പോൾ 2 പ്രാവശ്യമായിരിക്കും പരീക്ഷണത്തെ അഭിമുഖീകരിക്കേണ്ടി വരിക. അങ്ങനെ ഫിത്തിനകളിൽ മനുഷ്യൻ ആപതിച്ചു പോകാറുണ്ട്. അത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതല്ല, അള്ളാഹു അവനിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അവിടെയാണ് ഖുർആൻ ഈ വാക്ക് പറഞ്ഞത്, ഇല്ലാ മൻ താബ വ ആമന, ഈമാൻ വീണ്ടെടുത്തു, വ അമില അമലൻ സ്വാലിഹൻ, സൽപ്രവർത്തികൾ അവൻ ചെയ്തു. ഇപ്പൊ ഈ റമളാനാണ്, നമ്മുടെ ഒരു നിശ്ചയദാർഢ്യത്തിലാണ് ജീവിതം ഇനി എന്താകണം എന്ന് തീരുമാനിക്കുന്നത്. ഇത്രയും കാലം എങ്ങനെ ആയിരുന്നു എന്നതിനേക്കാൾ ഉപരി ഇനി ജീവിതത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്ന് നിശ്ചയദാർഢ്യത്തോടെ തീരുമാനമെടുക്കുന്ന സന്ദർഭമാണ് റമളാൻ. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം. അത്തരം ആളുകളുടെ മുഴുവൻ ദോഷങ്ങളും അള്ളാഹു മാറ്റിമറിക്കും. നിലവിൽ അവരുടെ ജീവിതം മുഴുവനും തിന്മകൾ നിറഞ്ഞതാണ്. പക്ഷേ ഈ ഒരൊറ്റ തീരുമാനത്തിലൂടെ മാറ്റം സ്വീകരിച്ചു കഴിയുമ്പോൾ അതുവരെയുള്ള ജീവിത താളുകൾ അള്ളാഹു മായ്ച്ചു കളയും. തിന്മകളെയെല്ലാം നന്മകളായി പരിവർത്തിപ്പിക്കും, തകിടം മറിക്കുകയാണ് നന്മയിലേക്ക്. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും സർവോപരി റഹ്മത്ത് ചൊരിയുന്നവനുമാണ്. മഹാനായ ഹാഫിള് മുഹിയുദ്ദീൻ നവവി അലൈഹി റഹ്മയുടെ അൽ അർബഈൻ എന്ന ലോകപ്രസിദ്ധമായ ഹദീസ് സമാഹാര കിതാബുണ്ട്. 40 ഹദീസുകളേ ഉള്ളൂ. അത് വായിക്കാനും മനപ്പാടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതിന് വേറൊരു സവിശേഷത കൂടിയുണ്ട്. വെറും ഹദീസുകളല്ലാതെ ഖുദ്സിയായ ഹദീസുകളാണ്. യഖൂലുല്ലാഹു തബാറക വ തആല എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസ് ആരംഭിക്കുക. മറ്റെല്ലാ ഹദീസുകളും ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ അള്ളാഹു പറയുന്നു എന്നാണ് പ്രവാചകൻ നമ്മെ ഉണർത്തുന്നത്.
ലൗ അന്ന ഇബ്ന ആദം, അവിടെ അള്ളാഹുവിന്റെ റസൂല് പടച്ചവരിൽ നിന്ന് ഹിക്കായത്ത് ചെയ്യുന്നു, അല്ലയോ മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യപുത്ര, 7 ആകാശം, അതൊരു വലിയ മുബാലഗയുടെ സ്വീകയാണ്, അതിനപ്പുറം പറയാൻ വേറെ ഇല്ല എന്നർത്ഥം. 7 ആകാശവും 7 ഭൂമിയും അതിനിടയിലുള്ള മുഴുവൻ സ്പേസും തിന്മകൾ കൊണ്ട് നിറച്ചു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്ന് പറഞ്ഞാൽ ആപാദചൂടം ജീവിതം ഇതുവരെയും തെറ്റായിരുന്നു. അവിടെ നിന്നാണ് നാം ഒരു സെക്കൻഡിൽ മാറുന്നത്, മാറി ചിന്തിക്കുകയാണ്. അത് പശ്ചാത്താപ മനസ്സുണ്ട്, ഭയഭക്തിയുണ്ട്, നരകത്തെ ഭയപ്പെടലുണ്ട്, അള്ളാഹുവിനെ പ്രതീക്ഷിക്കലുണ്ട്, അങ്ങനെ പലതും. അങ്ങനെ നീ അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ ജീവിതത്തിലൊരു മാറ്റം നമ്മൾ ആക്കിയെടുക്കുകയാണ്. പക്ഷെ ഇവിടെ അള്ളാഹു അവന്റെ കഴിവ് ഉപയോഗിച്ച് ഒരാളെയും മാറ്റാറില്ല. കാരണം അവരിഞ്ഞ് നരകാഗ്നിയിലേക്ക് അധപ്പതിച്ചു എന്നതുകൊണ്ട് പടച്ചവന്റെ ഫളിലിനോ ശ്രേഷ്ഠതയ്ക്കോ കുറവൊന്നുമില്ല. മനുഷ്യർ അവന് നൽകപ്പെട്ട ഇന്ദ്രിയജ്ഞാനത്തിലൂടെ, വിവേകത്തിലൂടെ, ബുദ്ധിയിലൂടെ, കാഴ്ചപ്പാടുകളിലൂടെ, ചിന്തയിലൂടെ സ്വയം തിരുത്തണം. അല്ലാണ്ട് പടച്ചവൻ ഇവിടെ ആരെയും തിരുത്തൂല. അത് ഖുർആൻ ഇസ്രായേലിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ നോക്കിയിരിക്കുന്നത് മുത്തുക്കൊട ചൂടി മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാഹു ഇവിടെ ഇറങ്ങി വരുന്നതാണോ നിങ്ങൾ കാത്തിരിക്കുക എന്നൊരു ചോദ്യമുണ്ട് അവിടെ. അതപ്പോ വലിയ പാരാവാരത്തോടു കൂടി ലോകത്തെ അതിജയിക്കുന്ന മലക്കുകളുടെ അപാരമായ ശേഷിയോടെ പടച്ചവൻ ഇവിടെ വന്നിട്ട് നിങ്ങളെ നന്നാക്കി എടുക്കുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പ്രതികാരം ചെയ്യുമെന്ന്? അപ്പൊ അങ്ങനെയല്ല, മനുഷ്യൻ സ്വയം അത് തീരുമാനിക്കണം. ആ തീരുമാനിക്കുന്നതിന് ഒരുപാട് സമയവും സന്ദർഭവും വിവേകവും വിചാരവും ഒക്കെ നൽകുന്നുണ്ട്. അത് എത്ര സ്ഥലത്താ ഖുർആൻ ചോദിച്ചത്, നീട്ടിപ്പറയല്ല. അപ്പൊ മനുഷ്യൻ സ്വയമാണ് അത് തീരുമാനിക്കുക. അത് ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹു ഒരൊറ്റ മനുഷ്യനെയും പരിവർത്തിപ്പിക്കാറില്ല, നന്നാക്കാറില്ല. അവൻ സ്വയം അവന്റെ ജീവിതത്തെ മാറ്റിപ്പണിയാത്തിടത്തോളം, അവൻ അവന്റെ ജീവിതത്തെ അതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ദിശയിലേക്ക് മാറണം. അങ്ങനെ മാറാത്തിടത്തോളം അള്ളാഹു അവനെയും ആ കുടുംബത്തെയും നാടിനെയും ഒന്നും മാറ്റാറില്ല. അത്ര ഗൗരവമായിട്ടാണ് ആ കൽപ്പന. അത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കാണെങ്കിൽ എല്ലാ ദിവസവും ചിന്തിക്കാൻ പറ്റുന്ന നിലയിൽ പാർലമെന്റിന്റെ അകത്തളത്തിലേക്ക് കയറുമ്പോൾ നേരെ മുകളിൽ ഈ ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് ആയത്തുകളുണ്ട്, പക്ഷേ ഈ ഒരായത്താണ് അവിടെ എഴുതി വെച്ചത്. അല്ല 6000 ഇഷ്ടായത്തുണ്ടെന്ന് നമുക്കറിയാം. ഇത് നിങ്ങൾ സ്വയം തീരുമാനത്തിലെത്തണം. അത് ഞങ്ങളിപ്പോഴും ന്യൂനപക്ഷമാണ്, കുപ്പിപ്പാല് ഞങ്ങൾക്ക് ഇനിയും കിട്ടണമെന്ന് ആവശ്യപ്പെടലല്ല, നിങ്ങൾ മാറാൻ തയ്യാറാകണം. അതാണ് ഖുർആൻ അവിടെ ആവശ്യപ്പെട്ടത്. വ്യക്തിയുടെ ജീവിതത്തിൽ തിന്മകൾ ഒഴിവാക്കാൻ അവൻ സന്നദ്ധമാകണം. പാപങ്ങളിൽ നിന്ന് നന്മയിലേക്ക് തിരിയണം, ദോഷങ്ങളിൽ നിന്ന് മാറണം, ക്രൂരകൃത്യങ്ങളിൽ നിന്ന് മാറണം. ഏറ്റവും ചുരുക്കം അള്ളാഹു ചോദ്യം ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾക്ക് നൽകിയ ഈ കാഴ്ച. കാഴ്ചയുടെ വലിപ്പം നമ്മൾ പറയേണ്ടതില്ല, അതിൻ്റെ വില എന്താണെന്നും പറയണ്ട. 2, നമ്മുടെ കേൾവിയാണ്. 3, നമ്മുടെ തലച്ചോറിന്റെ ചിന്തയാണ്. തലച്ചോറിനെ കുറിച്ച് ഒന്ന് പഠിക്കാൻ, ഒരല്പം സമയം ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ബോധരഹിതരായി പോകും. അത്രയും അതീവ സങ്കീർണതകളുടെ സങ്കേതം അതാണ് തലച്ചോറ്. അത് പഴയ കാലത്ത് എഴുതിയ ഒരു പുസ്തകമുണ്ട്, മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ചാണത്. പ്രഭാതാണത് ഇറക്കിയത്. അങ്ങനെ ചിന്താപരമായ പുസ്തകമൊക്കെ അവരെ ഇറക്കാറുള്ളൂ. നമ്മൾ ഈ നോവലോ ബൈങ്കിളിയൊക്കെ ഇറക്കണത്. അപ്പൊ അതിനകത്ത് അവര് സമർത്ഥിക്കുന്ന ഒരു വാക്കുണ്ട് അതിനകത്ത്. അത് നിങ്ങൾ ഇനി മേടിച്ച് വായിച്ചു നോക്കുക, ലൈബ്രറിയിലൊക്കെ ഉണ്ടല്ലോ. അത് മനുഷ്യ മസ്തിഷ്കത്തെ കുറിച്ച് ചുരുങ്ങിയതൊരു 300 നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ, ആ 300 എണ്ണത്തിലും
എത്രായിരം കോടി ലക്ഷം കോടി ചെറിയ ചെറിയ വയറുകളാണോ അതിന്റെ സങ്കീർണമായ ഘടന, അതിലും എത്രയോ ഇരട്ടിയാണ് ഈ ചെറിയ ഒരു തലച്ചോറിൽ. നമ്മൾ ആലോചിക്കും തോറും വിസ്മയിച്ചു പോകും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹു പറഞ്ഞത് ഇത് ചോദ്യം ചെയ്യും തലച്ചോറ്. ആ തലച്ചോറ് സലീമുൽ കൽബാണ്. നമ്മുടെ ഹൃദയത്തെ നേർക്ക് നിർത്തുന്നത് തലച്ചോറാണ്. നമ്മുടെ ഈമാനിനെ കാത്തു സൂക്ഷിക്കുന്നത് അതാണ്. ദൃഢത നൽകുന്നതും അത് തന്നെയാണ്. എവിടെയും പിടിച്ചു നിൽക്കുക മാത്രമല്ല, അതിജയിക്കാനുള്ള കെൽപ്പോടെ നൽകും അത്. അതാണ് മനുഷ്യന്റെ നിശ്ചയദാർഢ്യം. അതുകൊണ്ട് അള്ളാഹു ചോദ്യം ചെയ്യും ചിന്തയെക്കുറിച്ച്, തലച്ചോറിനെ കുറിച്ച്, കാഴ്ചയെക്കുറിച്ച്, കേൾവിയെക്കുറിച്ച്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്, ലാ തസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉംരിഹി. അത് സഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. പടച്ചവൻ മഹ്ശറയുടെ അതിതീവ്രതയിൽ വിചാരണയ്ക്ക് കാത്തു നിൽക്കുന്ന സന്ദർഭം. അവിടെ ഓരോ മനുഷ്യനും ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യത്തിന് ഉത്തരം നൽകിയാലേ നിൽക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയൂ. ലാ തസാലു ഖദമ അബ്ദിൻ, ഒരു ദാസന്റെയും കാല് മാറുകയില്ല, മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഒന്ന്, നമുക്കൊരു 50 കൊല്ലം ജീവിതം കിട്ടി, അവന്റെ ആ ജീവിത കാലത്തെക്കുറിച്ച്, ആ ജീവിതകാലത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയണം, നമുക്ക് ഓർക്കാൻ കഴിയണം, നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണം. നമുക്ക് മനസ്സിൽ ആത്മീയമായി, ഈമാനികമായി നമുക്ക് നന്നായി ജീവിക്കാൻ കഴിഞ്ഞു എന്ന ഒരു സംതൃപ്തിയിൽ മരിക്കാൻ കഴിയണമല്ലോ. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രധാനം. ഒരുപാട് കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് സന്തോഷത്തോടെ മരിക്കാൻ അവസരം കുട്ടികൾ നൽകാറില്ല. ഒരുപാട് ലക്ഷോപലക്ഷം കുടുംബങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് വേറെ ഒന്നും ചെയ്യണ്ട ഇവരാരും. സ്വയം ആ മാതാപിതാക്കൾക്ക് സമാധാനം ഉണ്ടാകുന്നതിന് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഈ റമദാനിൽ ചെയ്യുമെന്നൊരു തീരുമാനം എടുത്താൽ മതി. അപ്പൊ അള്ളാഹു തിന്മകളൊക്കെ നന്മയാക്കി മാറ്റും. അള്ളാഹു പുറത്തു തരും, അവൻ കരുണ ചെയ്യും. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലൈലത്തുൽ ഖദർ അത്ര ലളിതമായി എല്ലാവരെയും പൊതിയുന്ന ഒരു അനുഗ്രഹമൊന്നുമല്ല. അത് ആവശ്യപ്പെടുന്നവരും അന്വേഷിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും അതിന് കഠിനയത്നം ചെയ്യുന്നവരുമാണ് അത് പ്രാപിക്കുക. അതൊരു വലിയ നേട്ടമാണ്. അപ്പൊ ഇത് ആ വാക്കിന്റെ അർത്ഥത്തോടെ മനസ്സിലാക്കിയാൽ നമ്മൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. 82.5 വർഷം ഒരു പുരുഷായുസ് ഖുർആൻ ഏറ്റവും ചുരുങ്ങിയത് കണ്ടത് അവിടെയാണ്. ഓരോ രാജ്യത്തിന്റെയും ആയുർ ദൈർഘ്യം എത്ര കൂടിയില്ല എന്നൊന്നും അല്ല ഈ പറഞ്ഞു. അന്ന് 33 കൊല്ലം പോലും ഇല്ല ഇന്ത്യയിൽ. ഖുർആൻ അവതരിക്കുന്ന 14 നൂറ്റാണ്ടിന് മുമ്പുള്ള ലോക ജനതയിൽ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് 32 വയസ്സാണ് അവരുടെ പുരുഷായുസ്. അവിടെയാണ് ലോകത്തെ മാനവകുലത്തിന്റെ മുൻപിൽ 82.5 വർഷം പറഞ്ഞു. അപ്പൊ നിങ്ങളൊരു പുരുഷായുസ് മുഴുവനും തോന്നിയാസത്തിൽ ജീവിച്ചെന്ന് വെച്ചോ, അതിനെയാണ് പരിവർത്തിപ്പിച്ച് 82.5 വർഷത്തെ നന്മയിലേക്ക് ആ മനുഷ്യൻ ചേക്കേറപ്പെടുന്നത്. അവനെ അള്ളാഹു നിജപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ റഹ്മത്ത്, ഇന്ന റഹ്മത്തി വസിയത്ത് അലാ കുല്ലി ഷൈഇ, അഖിലത്തിന്റെ മേലും എന്റെ റഹ്മത്താണ് ഉയർന്നു നിൽക്കുക. അത്രയധികം അള്ളാഹുവിന് തന്റെ ദാസന്മാരോട്, അവന്റെ അടിമകളോട്, അവന്റെ സൃഷ്ടികളോട് ദയാവായ്പാണുള്ളത്. അതിനൊരു വാക്കുകൂടി പറയട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ കത്തിക്കപ്പെടുന്ന ഒരു അഗ്നികുണ്ഡത്തിലേക്ക് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ വലിച്ചെറിയുമോ? ഈ നിക്കാഹിന്റെ അർത്ഥം പറഞ്ഞപ്പോ ഇമാം നബവി പറഞ്ഞ ഒരു വാക്കുണ്ട്. അതൊക്കെ ആലോചിച്ചാൽ നമ്മളൊന്നും ധരിക്കുന്നതല്ല നിക്കാഹ്. നമ്മൾ ഈ പരമ്പരാഗതമായി കുറെ ചടങ്ങ് നടത്തുന്നു, 50,000 ആളെ വിളിക്കുന്നു, 2 ആഴ്ച ആഘോഷം നടത്തും, കാശ് പൊടി പൊടിക്കും. അതിനേക്കാളൊക്കെ ഉപരി ഇമാം നവവി അവിടെ 2 വാക്ക് ഉദ്ധരിച്ചു. നിക്കാഹ് എന്നതിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറയണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ലമംതു ഇലാ സദരി മുഅത്തറ സദറഹ
കമാ നക്കഹത്തു ഉമ്മുൽ ഗുലാമി സബിയ്യഹ, ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്തു സുഗന്ധപൂരിതമായ എൻ്റെ ഇണയെ. ഒരു കുഞ്ഞിനെ തൻ്റെ ഉമ്മ മാറോട് ചേർത്തിട്ട് സ്വയം കത്തി എരിഞ്ഞതിന് ശേഷമേ ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റാൻ ആ ഉമ്മ സമ്മതിക്കാറുള്ളൂ. അത്രത്തോളം ആലിംഗന ബന്ധമായിരിക്കും നിക്കാഹ് എന്ന വാക്കിന്റെ അർത്ഥം. രണ്ടാളും ഒന്നാകുകയാണ് അവിടെ. അപ്പൊ ആ നിലയിൽ അള്ളാഹു ഒരു മനുഷ്യരെയും കുടുംബത്തെയും സമൂഹത്തെയും സമുദായത്തെയും ഒക്കെ രക്ഷപ്പെടുത്തുന്നതിന് 82.5 കൊല്ലം നന്മ എഴുതുകയാണ് ഈ റമദാനില്. അത് എന്നിട്ട് ആർക്കെങ്കിലും വേണോന്ന് ചോദിക്കുന്നു ഓരോ റമദാനും വരുമ്പോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ ഇതൊക്കെ പോണ. ഇപ്പോഴും അവിടെയും ഞാൻ നിർത്തുന്നു. അപ്പൊ ഇന്നൊരു ഒറ്റയായ രാത്രി മാത്രമല്ല, ഏതാണ്ട് ലൈലത്തുൽ ഖദറിന്റെ അടയാളം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖാലി ബൈലാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചത്, അങ്ങനെ ഖുർത്തുബി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആനിൽ പറഞ്ഞത്, അന്നേ ദിവസത്തെ സൂര്യ ഉദയം പ്രഭകൾ കുറഞ്ഞതായിരിക്കും. ഇന്ന് അങ്ങനെയാണ് ഞാൻ കണ്ടത്. സൂര്യന്റെ രശ്മികൾ വളരെ ദുർബലമായിരിക്കും, നേരിയതായിരിക്കും, കാര്യമായ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു 11-12 ആയപ്പോഴാണ് സൂര്യൻ തന്നെ നമുക്കുണ്ടായിരുന്നത്. അത്ര അടയാളങ്ങൾ സഹാബികൾ അനുഭവിച്ചിട്ടാണ് ഈ പറയുന്നത്. അത് എക്കാലവും എല്ലായിടത്തും ഒരുപോലെ ആയിക്കൊള്ളുന്നൊന്നുമില്ല. ഇത് ഒരു ഈമാൻ ഉള്ള ആളുകൾക്ക് അവർക്ക് അനുഭവിക്കാവുന്ന ജീവിതത്തെ പൂർണ്ണമായും നന്നാക്കിയെടുത്ത ഒരു ദിവസം എന്ന നിലയിൽ ഈ റമദാനിനെ നാം സ്വീകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദറും അതിന്റെ ശ്രേഷ്ഠതയും അനുഭവിക്കുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മുസ്ലിം ലോകത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിപദ്ഘട്ടങ്ങളിൽ നിന്നും യുദ്ധ ഭീകരതയിൽ നിന്നും ഈ ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുർബലരായ നമ്മുടെ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുമക്കൾ, റഹ്മാനായി അള്ളാഹു അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. نجنا مما نخاف ونحذر رب ارحمهما كما ربياني صغيرا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.